ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാറൂസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു കുഞ്ഞു വീഡിയോ ആണ്. ഈസി ആയിട്ട് വീട്ടിലെങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പേരൊന്നും കേട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. കോക്കനട്ടിലെ ജലാംശം നീക്കുക, അത്രേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ്. ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങയാണ്. ഇനി ഇതിൻ്റെ ചിരട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ തേങ്ങയുടെ ബ്രൗൺ കളർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഈ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും ഇത് റെഡിയായി വരാൻ. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഈ തേങ്ങയുടെ കളറൊക്കെ മാറിപ്പോവും. ഇത് കേക്ക് ഉണ്ടാക്കുമ്പോഴും പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോക്കനട്ട് എടുക്കാറുണ്ട്. നിങ്ങളെല്ലാവരും ബേക്കറികളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടു കാണും, ഇതുപോലെ മഞ്ഞ് പോലെ കേക്കിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് പോലെ ഇരിക്കുന്നത്. അത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് ഡെക്കറേഷൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നല്ല തരി പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ഒന്നും ഒരു അംശവുമില്ലാതെ ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് റെഡിയാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോവുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൻ.